നിങ്ങൾക്ക് അമീറിന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ നേരിട്ട് ബന്ധമുണ്ടോ? എനിക്ക് നേരിട്ട് അങ്ങനെ പരിചയവും ബന്ധവും ഉണ്ടായിട്ടില്ലാത്ത ഏക മുസ്ലിം നേതാവ് എന്ന് പറയാം അദ്ദേഹത്തിന്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാല് തീർച്ചയായും ഇത് പറയാൻ കാരണം വെച്ചാല് പിന്നെ ഇവർ പറയുന്നതിൽ വല്ല ആത്മാർത്ഥത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. അദ്ദേഹത്തെ നിങ്ങൾ ഇപ്പൊ ലാസ്റ്റ് എപ്പോ നിങ്ങൾ നേരിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നേ? അതെ, ഞാൻ നേരിട്ടങ്ങനെ അദ്ദേഹമായിട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ബാക്കി എല്ലാ ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ഷിഹാബ് തങ്ങളുമായിട്ടുണ്ട്, സാഹിബുമായിട്ടുണ്ട്, ചെറുശ്ശേരി ആയിട്ടുണ്ട്, അലിക്കുട്ടി മുസ്ലിയാരുമായിട്ടുണ്ട്, കാളമ്പാടിന്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ശരി. ഇവരൊക്കെ പറയുന്നത് പോലെ പിന്നെ നിങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവാണല്ലോ, അപ്പൊ ഇവര് സാധാരണ ഇവരെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് സലാം ചെല്ലാൻ പാടില്ല, പിന്നെ അവരൊക്കെ പുത്തൻവാദികളാണെന്നുള്ള നിലപാടാണല്ലോ. അപ്പൊ ഇവരൊക്കെ അമീറിന് സലാം ചെല്ലുകയോ നിങ്ങൾ അങ്ങോട്ട് മടക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും, അതിനൊന്നും യാതൊരു സംശയമില്ല, ഒരു പ്രശ്നമില്ല. അതായത് ഈ പറയുന്നത് സലാം ചെല്ലാറുണ്ട്, മടക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, സൗഹൃദം പങ്കിടാറുണ്ട്. അത് ശരി. ഇന്നലെ സമസ്തയുടെ സമ്മേളനം ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ 2-3 നേതാക്കന്മാരെ ഞാൻ പറഞ്ഞിരുന്നു. അവര് അവിടെ പോയി മറ്റവര് വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. പിന്നെ വർത്താനം പറഞ്ഞു. ഞാൻ ഇന്നലെ അലിക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. ഇന്ന് ധാരാളക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അത് വളരെ ഭംഗിയായി നടത്താനും അതുപോലെ അപകടങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ കഴിഞ്ഞുകൂടാനും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അദ്ദേഹം വിവരങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, എന്തൊക്കെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നേതൃതലത്തിൽ. ഈ അലിക്കുട്ടി മുസ്ലിം പ്രൊഫസർ അലിക്കുട്ടി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിം അദ്ദേഹം ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ച് പിന്നെ ഹജ്ജ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബന്ധമാണ്. അല്ല, ഇവര് അങ്ങനെ പറയുന്ന തരത്തില് അപ്പൊ ചെറുശ്ശേരിയും ഒക്കെ പിന്നെ അമീറിന് സലാം മടക്കുന്ന തന്നെയാണ്. ചെറുശ്ശേരിയുടെ അടുത്ത് ഞാൻ പോകാറുണ്ട്. അദ്ദേഹം കൊണ്ടോട്ടിയാണ്. ഞാൻ എന്റെ പ്രധാന പ്രവർത്തന മേഖല കൊണ്ടോട്ടിയാണ്. എന്റെ ഫാദറിലും അദ്ദേഹം ഒരുമിച്ച് പഠിച്ചതാണ്. ശരി. ഫാദറിന് ആ നിലക്കുള്ള ബന്ധങ്ങൾ. അപ്പൊ ഇതെല്ലാം സാധാരണ ഈ പിന്നെ മുസ്ലിം ഞാൻ എല്ലാ റമദാനിലും ഇവർക്കൊക്കെ പിന്നെ ഈത്തപ്പഴത്തിന്റെ ഒരു കിറ്റ് കൊടുത്തേക്കാറുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് ഈത്തപ്പഴം വരുത്തും. പിന്നെ നമ്മളെ പ്രവർത്തകരെടുത്ത് വാങ്ങി അയക്കും. അവര് 100 കിലോ മുസ്ലിം നേതാക്കൾക്ക് കൊടുത്തയക്കും. സന്തോഷപൂർവ്വം സ്വീകരിക്കും. നന്ദി വാക്കുകൾ പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഈ പിന്നെ ഈ കാന്തപുരമായിട്ട് ഇത്തരത്തിൽ തന്നെ അവരുമായിട്ട് ആ ബന്ധം ഉണ്ടായിട്ടില്ല. അതെന്ന് വെച്ചാൽ അവർക്കൊരു പ്രശ്നമാണ്. നമ്മളുമായിട്ട് സംസാരിച്ചു എന്നത് പുറത്തിറങ്ങി കഴിഞ്ഞാല് അവര് ജമാഅത്ത് മുജാഹിദുകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അത് സുന്നി വിരുദ്ധമായ ഒരു ഏർപ്പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവര് സംഘടന ഉണ്ടാക്കിയത്. അപ്പൊ അതിന് വിരുദ്ധമായി അവര് തന്നെ ചെയ്തു കഴിഞ്ഞാലുള്ള പ്രയാസം കൊണ്ട് അങ്ങനെ പ്രയാസം അവർക്കുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് അങ്ങനെ ബന്ധപ്പെടാൻ നമ്മൾ പോകാറില്ല. അവരുമായിട്ട് ബന്ധം അങ്ങനെ സ്ഥാപിക്കാം. ഇതേ സുന്നികളെ അതേ വാദമുള്ള ആളുകൾ തന്നെയാണല്ലോ ഇപ്പൊ സമ്മേളനം കഴിക്കുന്ന ആളുകൾ. അപ്പൊ അവർക്കിപ്പോ ചെറുശ്ശേരിക്കോ അല്ലെങ്കിൽ ആലിക്കുട്ടി മുസ്ലിയാർക്കോ ഈ പ്രശ്നങ്ങളൊന്നുമില്ലേ? അല്ല, അതെ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് പിന്നെ അഭിപ്രായ വ്യത്യാസം ഉള്ളതോടുകൂടി തന്നെ പൊതു പ്രശ്നങ്ങളിൽ ജമാഅത്ത് മുജാഹിദ് വിഭാഗങ്ങളോടൊപ്പം ഇരിക്കാം, എന്തെങ്കിലും ക്യാമ്പയിൻ സംഘടിപ്പിക്കാം എന്നതാണല്ലോ കെ വിഭാഗത്തിന്റെ നിലപാട്. വ്യത്യാസം ഉണ്ടെങ്കിൽ കെ വിഭാഗത്തിന്റെ നിലപാട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ശരീഅത്ത് പ്രശ്നത്തിൽ മൗലാന അബുൽ ഹസൻ അലി നദ്വി, അതുപോലെ കെ.ടി. അബ്ദുള്ള മൗലവി, പിന്നെ കെ.ടി. മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി മുജാഹിദിന്റെ ഇവരുടെ ഒക്കെ കൂടെ ഇരുന്നു എന്നുള്ളതാണ് തിരിഞ്ഞു പോകാനുള്ള കാരണമായി അദ്ദേഹം പറഞ്ഞത്. അപ്പം ആദർശപരമായി മുക്തദികളായിട്ട് തന്നെയാണ് മുജാഹിദിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും രണ്ട് സുന്നികളും കാണുന്നത്. എന്റെ സുന്നികൾ എങ്ങനെ കാണുന്നത്? സലാം പറയാൻ പാടില്ല എന്ന് 2 കൂട്ടരുടെ പുസ്തകത്തിലും ഉണ്ട്. പക്ഷേ
ടീച്ചർ വിഭാഗം കുറെ കൂടി വിശാലമായി ഇവരോടൊക്കെ പൊതുപ്രശ്നങ്ങളിൽ യോജിക്കാവുന്നതാണ്. ഈ സമുദായത്തെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ യോജിക്കാവുന്നതാണ്. അല്ല, ഞാനിപ്പോ നിലപാട് അമീറിനോട് ഞാൻ ഇപ്പൊ ചോദിക്കാൻ കാരണം വെച്ചാല് പിന്നെ ഇത് ഇപ്പൊ അമീർ അടക്കമുള്ള ആളുകൾക്ക് ഇവർക്ക് സലാം ചെല്ലുന്നുണ്ട്, ഇവരെ പാഠപുസ്തകത്തിൽ നിന്ന് ഇത്തരം വാദങ്ങൾ എടുത്തു മാറ്റലല്ലേ നല്ലത്? അതിന്റെ ഒരു സംഗതി നമുക്കറിയാം. അതിന് ഈ സുന്നി വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അതെ അതെ അതെ. ആ വിഭാഗം നിലനിൽക്കുന്നത് പിന്നെ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾ മുബ്തദികളാണ്. സുന്നി പ്രസ്ഥാനങ്ങൾ ഞങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ നിലനിൽക്കുന്നത്. ആ നിലനിൽക്കുന്നതിന്റെ അസില് അവരുടെ പാഠപുസ്തകത്തിലോ അവരുടെ ബേസിക് ലിറ്ററേച്ചറിലോ എവിടെങ്കിലും വേണമല്ലോ. അതുകൊണ്ട് അതവിടെ നിലനിർത്തുകയാണ്. ഈ ചോദ്യം നമ്മൾ തന്നെ അവരോട് ചോദിച്ചതാണോ? നമ്മൾ തമ്മിൽ ഇത്രയും സൗഹൃദമാണ്. നമ്മളവരോട് ആവശ്യപ്പെട്ടു. നമ്മള് മുസ്ലിം സൗഹൃദത്തിന്റെയും പുറമേയുള്ള ആളുകളുണ്ടല്ലോ ഇസ്ലാമിനെ എതിരായി ശത്രുത വെച്ച് പുലർത്തുന്നത്. അപ്പൊ ഈ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചുകൂടി ഈ പുസ്തകത്തിലെ ഈ പാഠഭാഗം നീക്കിയാൽ പുതിയ തലമുറയിൽ, വളർന്നു വരുന്ന തലമുറയിൽ ഈ അലർജി ഒഴിവായി കിട്ടുമല്ലോ. എന്നാൽ കുറെ കൂടി സൗഹൃദത്തിൽ നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ എന്നുള്ള ചോദ്യത്തിൽ അവർ പറഞ്ഞ മറുപടി എന്താന്ന് വെച്ചാല് സൗഹൃദമൊക്കെ വേറെയാണ്, അതേ അവസരത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള നിലപാട് മുക്തദികൾ എന്നതാണ്. ആ മുക്തദികൾ എന്ന നിങ്ങളെക്കുറിച്ചുള്ള നിലപാട് നിലനിൽക്കുന്നത് കൊണ്ടാണ് സുന്നി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നത്. ആ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ വായില്ലേ? ഞങ്ങളുടെ ഒരു അടിസ്ഥാനമാണ്. ചെറുശ്ശേരി പറഞ്ഞ അത് നേരത്തെ സുന്നി നേതാക്കന്മാരെ മുമ്പ് നാട്ടിക മോശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ചെറുശ്ശേരി പഠിച്ചുകൊണ്ടിരുന്നോ താങ്കള്? ചെറുശ്ശേരിയെ ഞാൻ പഠിത്തം കണ്ടിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഈ കെ വിഭാഗത്തിലുള്ള ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു അലർജി ഇല്ല എന്നാണ് ഇപ്പൊ താങ്കൾ പറയുന്നത്? അലർജി ഇല്ലാന്നല്ല, അതായത് നമ്മള് മുജാഹിദ് ജമാഅത്തിനോടുള്ള അവരുടെ ശത്രുത ഉണ്ട്. അത് ഇപ്പൊ തന്നെ നടക്കുന്ന സമ്മേളനത്തിൽ അത് ഓരോ പ്രസംഗങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് ജനങ്ങളെ പിന്നെ കണ്ണുപൊടിയിടാനുള്ളൊരു പിന്നെ രംഗാന്ന് ഞാൻ മനസ്സിലാക്കുക. അതേ അവസരത്തിൽ തന്നെയാണ്, അതേ വന്നുകൊണ്ടിരിക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ യോഗത്തിൽ പോകുന്നത്, അവരുമായി സൗഹൃദം പുലർത്തുന്നത്, അവരുടെ കൂടെ ഇരുന്ന് ഇന്നലെ നേതാക്കളുടെ കൂടെ ഇരുന്ന് നമ്മുടെ നേതാക്കൾ ഭക്ഷണം കഴിച്ചു ആണ് അവിടുന്ന് പോകുന്നത്. അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതുള്ളതോടൊപ്പം തന്നെയാണ്. അമീർ ക്ഷണം ഉണ്ടായിരുന്നു അവിടെ പരിപാടിക്ക്? ഇല്ല, ക്ഷണമൊന്നുമില്ല. ക്ഷണമില്ല. പിന്നെ അവിടെ പങ്കെടുത്തു കഴിക്കാനൊന്നും അവർക്ക് കഴിയില്ല, ക്ഷണിക്കാൻ കഴിയില്ല. നമ്മുടെ പരിപാടിക്ക് അവർക്ക് വരാൻ കഴിയില്ല. അല്ല, അവിടെ പങ്കെടുത്തു എന്ന് പറഞ്ഞ ഏത് പരിപാടി മനസ്സിലായില്ല. അല്ല, അത് നമ്മള് ഇതിനു വേണ്ടി പോയതാണ്. അതായത് വെറുതെ ഒരു സൗഹൃദം പങ്കിടാൻ വേണ്ടി പോയതാണ്. നമ്മൾ 2-3 ആളുകളെ പറഞ്ഞയച്ചതാ. ഞാൻ പോയിട്ടില്ല. ചെറുശ്ശേരി മുസ്ലിം എടുത്താ നമ്മളെ അസിസ്റ്റന്റ് അമീർ MI അബ്ദുൽ ലത്തീഫ് സാഹിബ്, ജമാഅത്തിന്റെ സംസ്ഥാന സെക്രട്ടറി C മുജീബുർ റഹ്മാൻ, ഈ ആളുകൾ 2 പേരും പിന്നെ കുറച്ച് 4 പേരും കൂടി അവിടെ പോയി. രാത്രി ഞാൻ ആലിക്കുട്ടി മുസ്ലിയാരെ വിളിച്ചു. നിങ്ങളുടെ സമ്മേളനത്തിന് വളരെ ഭാവുകങ്ങൾ നേരുന്നു, നിങ്ങള് ലക്ഷക്കണക്കിന് ആള് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, അപകടങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കഴിയാൻ വേണ്ടി അള്ളാഹു ഇതിന്റെ തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം ആമീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ദുആ ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ ഈ ബന്ധം കാന്തപരവുമായി വ്യക്തിപരമായിട്ട് ഇരിക്കില്ല, ബാക്കി എല്ലാവരുമായിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ റമളാൻ ആരംഭിക്കുന്ന ദിവസം രാവിലെ ഞായറാഴ്ച, അതിന് തലേദിവസം പത്രത്തിൽ നോക്കിയപ്പോ 4 ദിവസമാണ് നോമ്പ് ഒന്നായി വരുന്നത് കാണുന്നത്. അതായത് ഞായറാഴ്ചയാണ് ഈ മണിഖാന് പെരുന്നാൾ നോമ്പ്, തിങ്കളാഴ്ചയാണ് മുജാഹിദുകൾക്ക് നോമ്പ്. തിങ്കളാഴ്ച രാത്രി മാസം കണ്ടാൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് സുന്നികളുടെ നോമ്പ്. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ സാധ്യത. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ രാവിലെ പത്രം കണ്ടപ്പോ തന്നെ ഹൈദരലി ശിഹാബ് തങ്ങളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതില് നമുക്കൊരു സമവായത്തിലെത്തണം. നമുക്കൊരു ദിവസം
നോമ്പ് തുടങ്ങണം. ഏതായാലും മണിച്ചാണ്ടത് പോയി, ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെങ്കിലും ഒരു ദിവസമാക്കണം, എന്ത് വിട്ടുവീഴ്ച ചെയ്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോ പിന്നെ ഷാബാൻ 28 ആയിട്ടുള്ളൂ, എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വൈകുന്നേരം ഇന്നിപ്പം സൂര്യൻ അസ്തമിച്ചിട്ട് പിന്നെ 42 മിനിറ്റോളം ഉണ്ട് ചന്ദ്രൻ അസ്തമിക്കാൻ. അപ്പോ അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് നിരാകരിക്കാൻ, അയാൾ 3-നാണെങ്കിൽ നമുക്ക് നിരാകരിക്കാൻ യാതൊരു ഇതില്ല, കാരണം ആകാശത്ത് ചന്ദ്രനുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞ പണ്ഡിതന്മാരുമായിട്ട് കൂടുതലായിട്ട് നോക്കും. അപ്പൊ ഞാൻ കുഞ്ഞാലിക്ക് സാഹിബിനെ വിളിച്ചു. ഞാൻ സാഹിബിനോട് പറഞ്ഞു, ഞാൻ സാഹിബ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, നമുക്ക് ഇങ്ങനത്തെ യോജിപ്പിലേക്ക് ഇങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന്. അത് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഞാൻ പാണക്കാട് പോയി ആലോചിക്കട്ടെ, മുസ്ലിംമാരൊക്കെ ഒന്ന് വിളിച്ചു വരുത്താൻ പറ്റും നോക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഇയാളെ വിളിച്ചു, പിന്നെ AP അബ്ദുൽ ഖാദർ മൗലവി, ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ്, ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനോട് സംസാരിച്ചു. മറ്റേ മുസ്ലിമുടെ വീടിനെ എനിക്ക് കിട്ടിയില്ലായിരുന്നു ഗൾഫിലോട്ട്. പിന്നെ KP മജീദിനോട് സംസാരിച്ചു. ഇവരെല്ലാം പിന്നെ കൂടി പാണക്കാട് ഒരുമിച്ച് കൂടി വൈകുന്നേരം 4 മണിക്ക് അവർ തീരുമാനമെടുത്തു. ഷാബാൻ 28 ആയിട്ടുള്ളൂ കണക്ക് പ്രകാരമെങ്കിലും, അവരുടെ കണക്ക് പ്രകാരമെങ്കിലും ഇന്ന് ആരെങ്കിലും മാസം കണ്ടു എന്ന് പറഞ്ഞാൽ നാളെ വരുന്ന നോമ്പായിട്ട് നമുക്ക് ഉറപ്പിക്കാം. 29 നാളെയാണെന്ന് വിചാരിച്ച് കാത്തിരിക്കേണ്ടതില്ല. അപ്പൊ ശ്രീരാജങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞത് വളരെ ഹയർ. പിറ്റേ ദിവസം അന്ന് മരുന്ന് കഴിഞ്ഞ് ആരോ കാപ്പാടോ മറ്റോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരെ കൂടിയാലോചിച്ച് തീരുമാനിച്ചതിന് ശേഷം വീണ്ടും ശ്രീരാജങ്ങള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ വായിച്ച് തന്നെ ആക്കിയതാണ്. ഇത്രയും ബന്ധങ്ങൾ നമുക്ക് എന്തുണ്ട് ഈ ആളുകളുമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ദുആ ചെയ്യുക.